ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷനായി കെ സുധാകരൻ തന്നെ തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തൽസ്ഥിതി തുടരാനാണ് തീരുമാനം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. സുധാകരനെ മാറ്റിയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സുധാകരൻ മാറണമെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറണമെന്ന നിലപാട് സുധാകരൻ അനുകൂലികളും സ്വീകരിച്ചിരുന്നു. എന്തായാലും ഹൈക്കമാൻഡ് സുധാകരനൊപ്പം നിന്നോ? എന്താണ് സംഭവിച്ചത്? ഹൈക്കമാൻഡ് നേതൃത്വവുമായി കെ സുധാകരൻ ഇന്ന് ഉൾപ്പെടെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിലാണ് ഇങ്ങനെയൊരു അനുനയ നീക്കം ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതിനു ശേഷം തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടായിട്ടും സംഘടനാ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ കൂടി വേണം, പൊളിറ്റിക്സുകൾ കൂടി വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ ഉൾപ്പെടെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഒരു നീക്കം, സമ്മർദ്ദ നീക്കം ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കിയത്. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം അവർ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി. ദീപാദാസ് മുൻഷി കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ആരാഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഈ വിഷയം കൃത്യമായി ധരിപ്പിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ച് കെ.പി.സി.സി അധ്യക്ഷൻ ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹവുമായി ഹൈക്കമാൻഡ് നേതൃത്വം വിശദമായ ചർച്ച നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട അവസാന വർഷ ചർച്ചകൾ അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ അവസാനിച്ചത്. അവിടെയാണ് കെ.പി.സി.സി അധ്യക്ഷന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ കഴിയും എന്ന ഉറപ്പ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് താഴെത്തട്ട് മുതൽ അടിയന്തരമായി പാർട്ടിയെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സജ്ജമാക്കുന്ന നടപടികൾ ഊർജിതമാക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുന്നേറ്റം ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ അത് പറഞ്ഞ് രമ്യമായി പരിഹരിച്ച് ഒരേ അഭിപ്രായത്തോടെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം കോൺഗ്രസിന് യു.ഡി.എഫിന് ഉണ്ടാകുകയുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി, ഒരു മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം കെ.പി.സി.സി അധ്യക്ഷന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കരുത്തായി മാറിയത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വലിയൊരു മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നിർണായകമായി മാറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ സാമുദായിക പ്രാതിനിധ്യം അതുകൂടി അദ്ദേഹത്തിന് ഇവിടെ അനുകൂല ഘടകമായി മാറി. നേരത്തെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂനപക്ഷ പ്രതിനിധി കെ.പി.സി.സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹം ശക്തമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ കെ.പി.സി.സി അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടൊരു പൊതുസംഘടനയിലേക്ക് പോയാൽ അത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും സംഘടനാ തലത്തിൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തൽസ്ഥിതി തുടരാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി.ഡി. സതീശൻ തുടരുന്നു, കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നു. അങ്ങനെ അവർ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുമ്പിൽ നിന്ന് നയിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം ഒടുവിൽ എത്തിച്ചേരുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇരു നേതാക്കൾക്കും ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർണായകമായ ഇടപെടൽ ഉണ്ടാകും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായും എ.ഐ.സി.സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇരു നേതാക്കളുമായും പ്രതിപക്ഷ നേതാവുമായും കെ.പി.സി.സി അധ്യക്ഷനുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയിരുന്നു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് പാലക്കാടടക്കം കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കുന്നതിൽ നിർണായകമായി എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽസ്ഥിതി തുടരാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിരുത്തി മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാട് ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ സ്വീകരിച്ചതാണല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള ഏകോപനം വേണ്ട ഘട്ടമാണ്. ആ ഘട്ടത്തിൽ സുധാകരൻ തന്നെ അധ്യക്ഷനായി ഇരിക്കുക എന്ന സൊല്യൂഷനോട് സതീശനും യോജിച്ചു എന്ന് തന്നെയാണോ ഇതിന്റെ അർത്ഥം? ഒരുപക്ഷെ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം, കുറച്ചുകൂടി വൈബ്രന്റ് ആയ ഒരു യുവമുഖം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇക്കാര്യം കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പലതവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്, അനൌദ്യോഗികമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ
ദീപദാസ് മുൻഷി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷമാണ് ദേശീയ നേതൃത്വത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയിച്ചത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായി മാറിയത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയാൽ ഇതൊരു പാക്കേജ് ആയിട്ടാണ് 2021 രണ്ടുപേരെ നിയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുധാകരനെ മാറ്റിയാൽ അതേ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ തയ്യാറാകണമെന്ന നിലപാട് സുധാകരൻ പക്ഷം സ്വീകരിച്ചു. അവർ ആ നിലപാട് സമ്മർദ്ദ തന്ത്രമായി തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിൽ, ദീപദാസ് മുൻഷിക്ക് മുമ്പിലൊക്കെ ആ കാര്യങ്ങൾ അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. മാത്രവുമല്ല, പാലക്കാട് വിജയത്തിന് ഇരു നേതാക്കൾക്കും ഒരേപോലെയാണ് ഉത്തരവാദിത്തമെന്നും ചേലക്കരയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും അങ്ങനെ തന്നെയാണ് എന്നുമായിരുന്നു സുധാകരൻ അനുകൂലികളുടെ വാദം. അത് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിജയത്തിലും പരാജയത്തിലും ഇരു നേതാക്കൾക്കും ഒരുപോലെ കൂട്ടുത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ, തൽസ്ഥിതി തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം ഒടുവിൽ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വളരെ നാടകീയമായി എത്തിക്കുന്നതിൽ ഇരു നേതാക്കളും എടുത്ത ഒരു രാഷ്ട്രീയ നീക്കം, അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ആ നീക്കത്തിന് ലഭിച്ചു. സമാനമായ തരത്തിൽ കൂടുതൽ BJP നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടൽ നിർണായകമായി മാറുമെന്നൊരു വിലയിരുത്തൽ കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. യെസ്, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. എന്തായാലും സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരും. അതായത് നേതൃതലത്തിൽ KPCCയിൽ ഒരു പുനഃസംഘടന ഉണ്ടാവില്ല എന്ന സൂചനയാണ് വരുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, സുധാകരനെ മാറ്റില്ല. അതിനപ്പുറം സംഘടനാ തലത്തിൽ ചില DCC അധ്യക്ഷന്മാരെ കുറിച്ച് കൃത്യമായ വിയോജിപ്പുകളുണ്ട്. പ്രായാധികമുള്ളവരുണ്ട്. കൊല്ലത്തെ DCC അധ്യക്ഷന്റെ പ്രകടനത്തിൽ അത്ര നല്ല അഭിപ്രായം നേതൃത്വത്തിനില്ല. ഇങ്ങനെ ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ മാറ്റത്തിലേക്ക് എത്തുമോ? അതിനപ്പുറം ഒരു മാറ്റവുമില്ല എന്നതാണോ ഇപ്പോഴത്തെ ധാരണ? അങ്ങനെയല്ല, തലപ്പത്ത് മാറ്റം വേണ്ട എന്ന ഒരു തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒഴിവ് വന്ന വൈസ് പ്രസിഡന്റുമാരെ അടക്കം, അതായത് നമുക്കറിയാം PT തോമസിന്റെ ഒഴിവിലേക്ക് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന KPCCയുടെ ട്രഷറർ സ്ഥാനമുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പദവികളാണ്. ആ പദവികളിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അനുയോജ്യരായിട്ടുള്ള നേതാക്കളെ വിനിയോഗിക്കണം എന്ന ഒരു കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ KPCC നേതൃത്വത്തിന് ലഭിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പുനഃസംഘടന ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം കാര്യക്ഷമമായ പ്രവർത്തനം നടത്താത്ത KPCC ജനറൽ സെക്രട്ടറിമാരെ അടക്കം മാറ്റണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതോട് കൂട്ടിച്ചേർത്താണ് ചില DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടത് ജില്ലാ തലങ്ങളിൽ പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുന്നതിന് അനിവാര്യമായ ഒരു സാഹചര്യമായി മാറിയിരിക്കുന്ന ഒരു പൊതുവിലയിരുത്തലുണ്ടായ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒരു ഘട്ടത്തിൽ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം വന്നത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും സംഭവിച്ച പാളിച്ചകളാണ്. പക്ഷേ ഇനി അങ്ങനെ മുമ്പോട്ട് പോകാനാവില്ല. അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് താഴെത്തട്ടിലുള്ള പുനഃസംഘടന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ പൂർണ്ണതോതിൽ സജ്ജമാക്കാനുള്ള ഒരു നിർദ്ദേശം KPCC അധ്യക്ഷന് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ യാത്ര തിരിച്ചിരിക്കുന്നത്. രാത്രി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. നാളെ ഈ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ രാവിലെ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിരൺ ബാബു കൂടി ചേർന്നു. കിരൺ, സുധാകരൻ തന്നെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇതുണ്ടാക്കുന്നത് മറ്റൊരു തരം പ്രതിസന്ധി കൂടിയാണ്. ഒരു പക്ഷേ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ സുധാകരന് ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതുണ്ടാക്കുന്നുണ്ടോ എന്നൊരു വസ്തുതയുണ്ട്. അതിനപ്പുറം സുധാകരൻ തന്നെ KPCCയുടെ നേതൃതലത്തിൽ സംഘടനയെ നയിക്കാൻ അനുയോജ്യനാകുമോ? ഇത് KPCC എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന ഈ തീരുമാനം എത്ര കണ്ട് അനുയോജ്യമാണ്? അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമുണ്ട് കിരൺ? സജിത്തെ, KPCCക്കായാലും AICCക്കായാലും എടുക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളതും താരതമ്യേന അപകടം കുറഞ്ഞതുമായ തീരുമാനം നിലവിലെ സ്ഥിതി തുടരുക എന്നുള്ളതാണ്. നിലവിൽ സുധാകരനും VD സതീശനും ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരാൾ വരുന്നതിനേക്കാൾ നല്ലത് നിലവിൽ സുധാകരനെ പോലെ ആൾ നിൽക്കുന്നത് തന്നെയാണ് എന്ന് VD സതീശനും താല്പര്യപ്പെടുന്നുണ്ടാവണം. സ്വാഭാവികമായും ഇവർ രണ്ടുപേരും തമ്മിലാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവരുടെ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വിജയത്തിന്റെ റെക്കോർഡ് കൂടിയാണ് ഇവർക്കുള്ള.
എന്നുള്ളത് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നിലവിൽ കെ സുധാകരനെ മാറ്റി മറ്റാരെങ്കിലും എടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആര് എന്നെടുത്ത് ചോദ്യം വരും. പിന്നീട് അത് ഏത് സമുദായ സമവാക്യങ്ങളടക്കം പാലിച്ചുകൊണ്ട് വീണ്ടും നൽകാൻ നിലവിൽ സമുദായ സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നിൽക്കുന്നത്. അതിന് പകരം മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ പലതരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ആ അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയം എന്ന് തന്നെ പറയാം. പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് മധ്യത്തിൽ നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണം എന്ന തരത്തിലേക്ക് ഒരു ചർച്ച വരികയും അതിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാവുകയും പാർട്ടിയിൽ ഭിന്നത ഉണ്ടാവുകയും അത് ആ വാർത്തകളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുണപ്പെടില്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സ്ഥിതിയിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ അപ്പുറത്തേക്ക് ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കാകെ മാറ്റം വരുത്തുക അത്തരം ഒരു ഉദ്ദേശമൊന്നും സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. തീരെ ഗതികെടുന്ന ഒരു അവസ്ഥ വന്നാൽ മാത്രമാണ് കോൺഗ്രസ് എല്ലാ തവണയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ ആളുകളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും അങ്ങനെ നിലവിൽ വലിയ തലവേദനകളൊന്നുമില്ല. നിരന്തരം കേരളത്തിലെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ഹൈക്കമാൻഡാണ്. കേരളത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം AICCയിൽ പ്രത്യേകമായ ആളുകൾ വേണം എന്നടക്കം പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന നിലയിൽ കൂടി തന്നെയാണ് ഈ രണ്ടുപേരെ തന്നെ കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്നുള്ള തീരുമാനം AICC എടുത്തിട്ടുണ്ടാവുക എന്നാണ് AICCയുടെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന രീതി വെച്ച് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ AICC ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല എന്നതാണ്. കിരൺ, ഒരുപക്ഷെ സുധാകരന് പകരം മറ്റൊരാളെ പരീക്ഷിച്ചെങ്കിൽ സംഘടനാ തലത്തിൽ അതൊരു പരീക്ഷണമാവാം. അതിനുമപ്പുറം പക്ഷേ കോൺഗ്രസിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഐക്യം എന്ന സ്ഥിതിക്ക് മാറ്റം ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്തരം സാഹചര്യം തൽക്കാലം ഒഴിവാക്കാം. ആ ഒരു ആലോചനകളാവാം ഈ തീരുമാനത്തിന് പിന്നിൽ, അല്ലേ? സജിത്തെ, അത് തന്നെയാണ്. ഇപ്പോൾ കെ സുധാകരനെ മാറ്റുന്നു എന്ന് കരുതിയാൽ സ്വാഭാവികമായും പിന്നീട് ആരെ വെക്കണം എന്നതിന് അതിന് പകരം ആര് വരണം ആ ചോദ്യമാണ് വരുന്നത്. ആ ചോദ്യം വരുന്നാൽ സ്വാഭാവികമായും നിലവിൽ അപ്പോൾ I ഗ്രൂപ്പിൽ നിന്നും A ഗ്രൂപ്പിൽ നിന്നുമൊക്കെ ഇപ്പോൾ അങ്ങനെ വെച്ചാൽ A ഗ്രൂപ്പിനെ സംബന്ധിച്ച് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സമവാക്യം അനുസരിച്ചാണെങ്കിൽ A ഗ്രൂപ്പിന് ഒരു സ്ഥാനം I ഗ്രൂപ്പിന് ഒരു സ്ഥാനം എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല നിൽക്കുന്നു. അതിന് മുമ്പ് AK ആന്റണി കെ കരുണാകരൻ എന്ന പോലെ AK ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി ആ സ്ഥാനത്തേക്ക് വരുന്നു. അതിനുശേഷം സംയുക്ത ഐയുടെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ആ ഘട്ടമൊക്കെ വരുമ്പോൾ സംയുക്ത I എന്ന രീതിയിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നു. അപ്പോഴും IA എന്നുള്ള ഒരു സമവാക്യമാണ് നിലനിന്നിരുന്നത്. പിന്നീട് ഈ IA സമവാക്യം അതിരൂക്ഷമായ രീതിയിലേക്ക് അവർ തമ്മിൽ തർക്കങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് VM സുധീരനെ പോലെ ഒരു നേതാവ് വരുന്നത്. VM സുധീരനെ പോലെ ഒരു നേതാവ് വരുമ്പോഴും IA നേതാക്കൾ രണ്ടുപേർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നു. ഒപ്പം VM സുധീരൻ, അങ്ങനെ 3 പേർ ചേർന്നായിരുന്നു തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാലത്തും അങ്ങനെയാണ്. 3 പേർ ചേർന്ന് തീരുമാനമെടുക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതിനുശേഷം കുറെ കാലം താൽക്കാലികമായി MMSന് താൽക്കാലികമായ ഒരു ചുമതല കൊടുത്താണ്. അത് ദീർഘകാലം പിന്നീട് MMSN തന്നെ ആ ചുമതലയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നു. അതിനുശേഷമാണ് പിന്നീട് കെ സുധാകരനെ സ്ഥാനം കൊടുക്കുന്നത്. അത് കേരളത്തിലെ പാർട്ടി സാധാരണ പ്രവർത്തകരുടെ ഒരു ആവശ്യം കൂടി മാനിച്ചാണ്. കെ സുധാകരനെ പോലെ മറുഭാഗത്ത് നിൽക്കുന്നത് പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവാണ്. പിണറായി വിജയനോട് നേരിട്ട് മുട്ടാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ അണികളെ ആവേശഭരിതരാക്കാൻ കഴിയുന്ന താഴെത്തട്ടിൽ അണികൾക്ക് ഒരു ആവേശവും ഊർജ്ജവും ഒക്കെ നൽകാൻ കഴിയുന്ന ഒരു നേതാവ്, അത്തരം ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് കെ സുധാകരന് വലിയ തോതിൽ പിന്തുണ താഴെത്തട്ടിലുണ്ടായത്. അല്ലാതെ IA ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു പിന്തുണയോടുകൂടിയല്ല യഥാർത്ഥത്തിൽ കെ സുധാകരൻ വരുന്നത്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പിന്തുണ കെ സുധാകരൻ അനുകൂലമായി വരികയും അങ്ങനെ കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ശോഭിക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും നിലവിലെ അവസ്ഥയിൽ പാർട്ടിക്ക് കാര്യമായ പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ സുധാകരൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും താഴെത്തട്ടിൽ കാര്യമായ ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത താഴെത്തട്ടിൽ കാര്യമായ എതിർപ്പില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ആ തരത്തിൽ അംഗീകാരം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തെ മാറ്റിയാൽ സ്വാഭാവികമായും ഇനി വരാൻ അടുത്ത ആരെ വെക്കുമെന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാവും AICC നേതൃത്വമൊത്ത്. അത് കേരളത്തെ സംബന്ധിച്ച് പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാവില്ല. പലതരത്തിലുള്ള ഇപ്പോഴത്തെ ജാതി സമവാക്യം അനുസരിച്ച് ആ തരത്തിലേക്കുള്ള ആവശ്യങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഉയരാം. ഗ്രൂപ്പ് സമവാക്യം അനുസരിച്ച് ആ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ ഉയരാം. ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് മറ്റു തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരാം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായി യോജിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുണ്ട്. നിലവിൽ അങ്ങനത്തെ കാര്യമായ പ്രശ്നങ്ങളില്ല, പരിക്കില്ലാതെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളൊരു നിലപാടാവും AICC സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സുധാകരൻ തന്നെ ഇനി വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ തന്നെ നയിക്കും എന്നതാണ് തീരുമാനം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച ഉറപ്പുകൾ സുധാകരന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു.